നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന എടപ്പാളിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം ചോയ്സ് വെഡ്ഡിംഗ് കാസൽ. ആഘോഷങ്ങളിൽ അണിയാൻ പുതു ട്രെൻഡിലും ഫാഷനിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി ചോയ്സ് വെഡ്ഡിംഗ് കാസൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മികവുറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ചോയ്സ് വെഡ്ഡിംഗ് കാസൽ ഉറപ്പു നൽകുന്നു. ചോയ്സ് വെഡ്ഡിംഗ് കാസൽ, എടപ്പാൾ. ആധുനിക രീതിയിൽ നവീകരിക്കുന്ന പൊന്നാനി ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണോദ്ഘാടനം പി നന്ദകുമാർ MLA നിർവഹിച്ചു. ആധുനിക രീതിയിൽ നവീകരിക്കുന്ന പൊന്നാനി ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണോദ്ഘാടനം പി നന്ദകുമാർ MLA നിർവഹിച്ചു. യാത്രക്കാർക്ക് ആവശ്യമായ യാത്രാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുന്നതിനാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുന്നത്. ഒരു വർഷത്തിനുള്ളിൽ ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കും. ശിലാഫലകം MLA അനാച്ഛാദനം ചെയ്തു. പിന്നോക്കം നിൽക്കുന്ന പൊന്നാനി മുന്നോക്കത്തിലേക്ക് വരികയും വളരെ വേഗത്തിൽ തന്നെ വികസിക്കുന്ന ഒരു പട്ടണമായി പൊന്നാനി മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടുകാലത്ത് ഇവിടേക്ക് ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫറിന് അയക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ കേന്ദ്രമാണ് പൊന്നാനി. ഒന്നിനും കൊള്ളാത്ത പോലീസുകാരെ അയക്കാം മരുത പോലീസ് സ്റ്റേഷനിലേക്കും അതുപോലെ തന്നെ ഈ പൊന്നാനി മേഖലയ്ക്കകത്തുള്ള 2 പോലീസ് സ്റ്റേഷനിലേക്കും ഞങ്ങളുടെ കയ്യിൽ നന്നായിട്ട് ഇടപെട്ടിരുന്ന ആൾക്കാർ ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ അതേപോലെ തന്നെയാണ്. ഇന്നിപ്പോൾ അതിന് മാറ്റം വന്നില്ല. കാരണം 20 മിനിറ്റ് കൊണ്ട് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലേക്ക് നമുക്ക് എത്താം. 2 ഹൈവേകളുടെ പണികൾ വളരെ പെട്ടെന്ന് തന്നെ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം അധ്യക്ഷത വഹിച്ചു. പൊന്നാനി മുനിസിപ്പൽ എഞ്ചിനീയർ രഘു റിപ്പോർട്ട് അവതരിപ്പിച്ചു. പൊന്നാനി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷീന സുദേശൻ, രജീഷ് ഉപാല, അജീന ജബ്ബാർ, ടി എ മുഹമ്മദ് ബഷീർ, ഒ ഷംസു, നഗരസഭാ കൌൺസിലർമാർ, നഗരസഭാ സെക്രട്ടറി സജ്ജറൂൺ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു.